ശേഷമാണ് സർക്കാർ ബില്ലുമായി ബന്ധപ്പെടുന്നത്. അത് പ്രാക്ടിക്കലായി നടപ്പാവുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ കുറച്ച് മുന്നോട്ട് പോകണ്ടല്ലേ? അല്ല, DYFI എപ്പോഴും അത്തരം ബില്ലുകളെ വെൽക്കം ചെയ്യുന്ന സംഘടനയാണ് DYFI. തീർച്ചയായിട്ടും അത് വരണം. ദീപു അത് പറയുമ്പോൾ തന്നെ ഈ നിയമത്തിനെല്ലാം അപ്പുറത്ത് നിയമം വരണം, നിയമം വന്നോട്ടെ, നിയമം വരിക തന്നെ വേണം. നിയമത്തിനപ്പുറത്തുള്ളൊരു അവബോധത്തിൻ്റെ വലിയ പ്രശ്നമുണ്ട്. ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിനെയും ക്ലിയറൻസിനെയും ക്ലാരിറ്റിയുടെയും പ്രശ്നമുണ്ട് അതിനകത്ത്. ഇത് ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾ ആലോചിച്ചോളൂ. ഇപ്പോൾ നരബലി നടത്തി, എന്താ അവർ വിശ്വസിക്കുന്നത്? ഇങ്ങനെ നരബലി ചെയ്താൽ എനിക്ക് വലിയ പണം കിട്ടും എന്ന് വിചാരിക്കില്ല. അതല്ലേ നരബലിയുടെ ബേസ് അല്ലേ? അല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകും, ദോഷങ്ങൾ മാറിപ്പോകും. ഈ കോൺടാക്റ്റിലാണല്ലോ നരബലി ചെയ്യുന്നത്. എന്താ KPC പ്രസിഡന്റ് വീട്ടിൽ വെക്കുന്നതിൻ്റെ ഉദ്ദേശം? KPC പ്രസിഡന്റ് ഈ മഹാന്റെ ശിരസ് പിളർന്ന് ഇയാൾ തൊലഞ്ഞു പോകും ഇത് കുഴിച്ചിട്ടാൽ എന്ന് കരുതുകയല്ലേ? ആ മാനസിക നിലയെ നിയമം കൊണ്ട് മാത്രം നമുക്ക് ഇല്ലാതാക്കാനാകും. നിയമം കൊണ്ട് ഇത് ചെയ്യുന്നവനെ വലിയ നിലയിൽ ശിക്ഷിക്കാം, ലോ എൻഫോഴ്സ് ചെയ്ത് മറ്റുള്ളവർക്ക് അതൊരു പാഠാക്കാം. പക്ഷേ ഈ മാനസികാവസ്ഥ എവിടെയാണ് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്? അത് വളരെ ഉയർന്ന ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയല്ലേ കോൺഗ്രസ് കേരളത്തിൽ. ആ കോൺഗ്രസ് ഒന്ന് ചെയ്താൽ മനസ്സിലാകുമോ? എങ്ങനെയാണ് അത് മനസ്സിലാക്കാനാവുക? ബി ജെ പി ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ തടവറയിലാണ്. BJP ചാണകത്തിൽ നിന്ന് ഓക്സിജൻ വരും എന്ന് പറയുന്ന ടീംസാണല്ലോ. ചാണകം കഴിച്ചാൽ കൊറോണ മാറും എന്തെല്ലാം കരുതുന്നവരാണ്. അപ്പോൾ ആലോചിച്ച് നോക്കും. അപ്പോൾ അവർക്ക് ഇപ്പോൾ BJP കോൺഗ്രസ് എന്നുള്ള വ്യത്യാസം എന്താണ് ഇക്കാര്യത്തിൽ? അല്ല, വൈകുന്നതിൻ്റെ സാങ്കേതികത്വവും അതിൻ്റെ കാര്യങ്ങളും പറയാൻ ഞാനിപ്പോഴാളല്ല, ഞാനത് മനസ്സിലാക്കിയിട്ടുമില്ല. അതുകൊണ്ട് ആ ഡയറക്ഷനിൽ എനിക്ക് അധികം പറയാൻ ഇപ്പോൾ എനിക്ക് പ്രാപ്തനല്ല. ഞങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾ പറഞ്ഞത്. അത് വരണം, അത് വരേണ്ടതാണ്. അത് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരും. ഞാൻ നിയമത്തിനപ്പുറത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിയമനിർമ്മാണം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണല്ലോ. ഞാനത് കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത് സംബന്ധിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനൊരു സംഭവം TV യിൽ കണ്ടു, അത് ഏത് തരത്തിലാണ് എന്ന് ചെയ്തത് എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് പറയാൻ പറ്റില്ല. ഈ കാര്യവട്ടം ക്യാമ്പസുമായി ബന്ധപ്പെട്ട് ഇന്നലെ അവിടുത്തെ ഇന്റർണൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് PC-ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. വലിയ വിവാദമായിരുന്നു. നിയമസഭയിൽ ഉൾപ്പെടെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയൊക്കെ ആയിരുന്നു. പക്ഷേ SFIക്കാർ ഈ KSU നേതാവിനെ ആക്രമിച്ചിട്ടില്ല എന്നാണ് വന്നത്. അതിനുള്ള പ്രതിപക്ഷത്തിൻ്റെ മുഖ്യ നേതാക്കളും വലിയ തരത്തിലുള്ള വിവാദം ഉണ്ടാക്കിയ വിഷയമായിരുന്നു. ഇത് കുറേ കാലമായിട്ട് ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഞാൻ വാർത്ത കാണുമായിരുന്നു. കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറിയുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ഡീഗ്രേഡിങ് SFIക്കെതിരെയും ആ ക്യാമ്പസിനെ നടക്കുന്നത്. ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും സാർത്ഥകമായ ഒരു സമരരീതി പിറവിയെടുത്ത സ്ഥലമാണ് കാര്യവട്ടം ക്യാമ്പസ്. കുറച്ച് നാൾ മുമ്പാണ് അവിടെ രാത്രി നമ്മുടെ ഈ ലൈബ്രറി തുറന്നു വെക്കണം, ലൈബ്രറി രാത്രി കൂടി പ്രവർത്തിക്കണം, കുറേ സമയം കൂടി പ്രവർത്തിക്കണം എന്നൊരു ഡിമാൻഡ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചു. അപ്പോൾ അത് സെക്യൂരിറ്റി പിന്നെ മറ്റു പല കാരണങ്ങളാലും അന്ന് സിൻഡിക്കേറ്റതിന് തയ്യാറായില്ല. അന്ന് SFIയുടെ നേതൃത്വത്തിൽ ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഒരു സമരം നടന്നു. എന്തായിരുന്നു സമരം എന്നറിയാം? പഠിപ്പ് മുടക്കല്ല, പഠിപ്പ് സമരം. ക്യാമ്പസ് വൈകുന്നേരം വിട്ടിട്ടും ക്ലാസ് മുറിയിൽ ഇരുന്നവർ പഠിക്കും രാത്രി. ഏതെങ്കിലും ഒരാൾ PhD ചെയ്യുന്ന ഒരാൾ ആ ക്ലാസ് എടുക്കും. ഒരു അക്കാദമിക് മണിക്കൂർ പോലും നഷ്ടപ്പെടുത്താതെ വളരെ ക്രിയേറ്റീവായ ഒരു സമര രീതി ഈ റീസെൻ്റായിട്ടാണ് പിറവിയെടുത്ത സ്ഥലമാണ്. അവസാനം സർവകലാശാല സിൻഡിക്കേറ്റിന് അതിന് മുമ്പിൽ മുട്ടുമുടങ്ങേണ്ടി വന്നു. സർവകലാശാല അധികൃതർ അവരെ കേട്ടു, ആ പ്രശ്നം അഡ്രസ്സ് ചെയ്തു. ഒരു ദിവസമല്ല, മാസങ്ങളോളം അവർ സമരം ചെയ്തു. ധൈഷണികമായി ഏറ്റവും ഉയർന്നൊരു സ്ഥലമാണത്. അവിടെ വരുന്നവർ, അവിടെ പഠിക്കുന്നവർ, അവിടുത്തെ വിദ്യാർത്ഥികളെ എത്ര മോശമായിട്ടാണ് ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചത്. അവർ ഇടിമുറി നടത്തുന്നവരാണ്, അല്ല, ക്രിയേറ്റീവായ പൊളിറ്റിക്സ് നടത്തുന്നവരാണ്. ആ ക്യാമ്പസിൽ ഏത് കാലത്താണ് എപ്പോഴെങ്കിലും ഒരു ഇടിമുറി കാണിച്ചു തരാൻ പറ്റുമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെ കാണിച്ചു തരാൻ പറ്റുമോ?
അങ്ങനെ ഏതെങ്കിലും വിദ്യാർത്ഥി അവിടെ ഇത്രയും എലൈറ്റായ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി, ഏത് രാഷ്ട്രീയത്തിലുള്ള ഒരു വിദ്യാർത്ഥിയാകട്ടെ, അങ്ങനെ അവിടെ കയറ്റി ഇടിച്ചാൽ അങ്ങനെ കൊണ്ടുകൊണ്ട് പോകുന്നവരാണോ? PG സ്റ്റുഡൻസ് അല്ലേ അവിടെയുള്ളവരെല്ലാം? ഒരു ക്യാമ്പസിനെ എന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ ഈ വലിയ കാര്യത്തോടുകൂടി ഡിഗ്രേഡ് ചെയ്യാൻ നോക്കുന്നത്? SFI ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമം നടത്തുന്നു. അങ്ങനെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാൽ തകർന്ന സംഘടനയാണോ SFI?